ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ അൺബോക്സിങ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, മീൻസ് ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഇവന്റിന് പോയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് അധികം പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിറച്ച് പ്രൊഡക്ട്സ് ആണ്. സോ ഇതെല്ലാം എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നേക്ക് കാണിച്ചു തരാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് ഓരോരോ കവറിലാണ് കിട്ടിയത്. പക്ഷെ വീട് എത്തിയപ്പോഴത്തേക്ക് ആ കവറെല്ലാം പൊട്ടിപ്പോയി. പിന്നെന്താ, അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എല്ലാ പ്രൊഡക്ട്സും എടുത്ത് നമുക്ക് ലാസ്റ്റ് ഒരു 4000 rupees ഹാമ്പർ കിട്ടിയായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ എല്ലാം ഇട്ട് വെച്ചു. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഒരു സാധനം കൂടി കിട്ടിയായിരുന്നു. അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ ഫുള്ളും കാണാം. ഇതിപ്പോ എനിക്ക് ഈ 4000 rupees ഹാമ്പറിൽ കിട്ടിയും അല്ലാണ്ട് എനിക്ക് ഓരോ പ്രൊഡക്ട്സ് നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് ഒരു ഹാമ്പർ ആണ്. ഇപ്പൊ നമ്മൾ മാമേർത്തിന്റെ സ്റ്റോറി പോയിട്ട് ഒരു മാമേർത്തിന്റെ ഫോട്ടോ പിടിച്ച് നമ്മൾ ഫോട്ടോ ഇട്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഹാമ്പർ ഇടും. അങ്ങനെ കിട്ടിയ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് എനിക്ക് 4000 rupees ഇതിൽ കിട്ടിയെന്ന് എനിക്കറിയില്ല. ആൻഡ് 2-3 പ്രൊഡക്ട്സ് എനിക്ക് അറിയാൻ പാടില്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് എന്തോരം പ്രൊഡക്ട്സ് ഉണ്ടെന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ അധികം പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സംഭവം കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു സമ്മാനം കിട്ടി. അത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്തില്ല. പിന്നെ ഒരു ഈവനിങ് 3 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലായിടത്തും പോയി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് പ്രൊഡക്ട്സ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി. അപ്പൊ നമുക്ക് 1-2 വെച്ച് നമുക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് ചെന്നവർക്കെല്ലാം സെയിം പ്രൊഡക്റ്റ് തന്നെ 3 ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പ്രൊഡക്ട്സിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയൊരു സാധനം ഞാൻ എടുക്കാറുണ്ട്. ഇത് നിവ്യയുടെ ഷവർ ജെല്ലാണ്. ഇതിന്റെ സ്മെല്ല് അടിപൊളിയാണ്. 2 സ്പ്രേ കിട്ടിയിട്ടുണ്ട്. 2 സ്പ്രേയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പ്രേയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1150 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആൻഡ് അടിപൊളി സ്മെല്ല, റിച്ച് ഫീൽ കിട്ടുന്ന ഒരു സ്മെല്ല ഇതിന്റെ. എന്റെ കയ്യിൽ മോയ്സ്ചറൈസറും ടോണറും ഒന്നുമില്ല. സോ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു മോയ്സ്ചറൈസറും ടോണറും വാങ്ങണമെന്ന്. ആൻഡ് എനിക്ക് മോയ്സ്ചറൈസറും ടോണറും കിട്ടി. അക്വാലോജിക്കിന്റെ ഫ്ലൂയിഡ് മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ബയോട്ടിക്കിന്റെ കുക്കുംബർ റിഫ്രഷിങ് ടോണർ ആണ്. എനിക്ക് എന്തെങ്കിലും ഇതിന് പോകുമ്പോൾ പ്രൊഡക്ട്സിൽ മോയ്സ്ചറൈസർ എനിക്ക് കിട്ടണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് കിട്ടി. ആൻഡ് വാസലിൻ്റെ നമുക്ക് 2 ഇത് ഞാൻ സെലക്ട് ചെയ്തതാ. ഇത് നമുക്ക് ഈ 4000 rupees ഹാമ്പറിൽ കിട്ടി. ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് കിട്ടിയതാ. മാമേർത്തിന്റെ ഒരു ഫേസ് സെറം കിട്ടിയിട്ടുണ്ട്. മാമേർത്തിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. എന്താന്ന് വെച്ചാൽ മാമേർത്തിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് നിറച്ച് പിമ്പിൾസ് വന്നു. ഞാൻ ഇപ്പൊ അതിന് ഓയിൻമെന്റ് തേക്കുന്നു. പിന്നെ മാമേർത്തിന്റെ ഷാമ്പു, ഇത് മിനി ഷാമ്പു. എനിക്ക് തോന്നുന്നു ഷാമ്പു ഒന്നും വലിയ പ്രശ്നമില്ല. ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തത്. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് സ്കിന്നിന് പിമ്പിൾസ് വന്നത്. അത് പോകുന്നില്ല. ഞാൻ ഒരു 3 weeks പിന്നെ നിർത്തി. പക്ഷെ എന്നിട്ടും പിമ്പിൾസ് പോകുന്നില്ല. പിന്നെ നമുക്ക് ഒരു ടോണറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം മിനി സൈസ് ആണ്. ആൻഡ് ഇത് പിൽഗ്രിമിന്റെ ഒരു ടോണറാണ്. പിൽഗ്രിമിന് ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹെയർ ഫോൾ വന്നപ്പോൾ ഹെയർ ഗ്രോ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ലൈക്ക് എൻ്റെ ഹെയർ ഫോൾ കുറച്ചു. പിന്നെ നമുക്ക് നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്. ഇത് 2 എനിക്ക് ഫോട്ടോസ് ഇട്ടപ്പോൾ അതിൽ കിട്ടിയതാ. പിന്നെ ഒരെണ്ണവും കൂടി ഉണ്ടായിരുന്നു ഇത്. ആൻഡ് ഇത് ഡിയോഡ്രന്റ് ആണ്. ആൻഡ് ഇത് അൺഡ്രാം റോളോ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ പ്രൊഡക്റ്റ് ആണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പ്രൊഡക്റ്റ് കാണുന്നത്. പിന്നെ
കുറേ നാളുകളായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞിരുന്ന സാധനമാണ് ഡെർംഡോക്കിന്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ. ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ റിവ്യൂ ഒന്ന് പറയാ. ഞാൻ കുറെ നാളായിട്ട് എൻ്റെ കാർട്ടിൽ വെച്ചിരുന്ന ഒരു സൺസ്ക്രീമാണ്. അതേപോലെ തന്നെ ഡെർമാക്കോ, ഇത് ഡെർമാക്കോന്റെ മോയ്സ്ചറൈസർ ആണ്. എനിക്ക് 2-3 മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് വേറെ എന്തോ ആണെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് 2-3 മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് അലോവേറ ജെല്ലാണ് മാമർത്തിന്റെ. പിന്നെ നമുക്കൊരു ക്യാപ്സ്യൂള് കിട്ടിയിട്ടുണ്ട്, ബ്ലൂ ഹെവന്റെ ഒരു ക്യാപ്സ്യൂൾ. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, ട്രൈ ചെയ്തൊന്നും നോക്കിയില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ആൻഡ് പിന്നെ തോന്നുന്നു എനിക്ക് മാച്ച് ആവാത്തൊരു ഷെയ്ഡാ. ബട്ട് ഒരു ലിപ് ലൈനർ ഉണ്ടെങ്കിൽ, ഒരു ബ്രൗൺ ലിപ് ലൈനർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിട്ടാ നൈസ് ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയത് മാമർത്തിന്റെ ഫേസ് വാഷ്. മാമർത്തിന്റെ ഫേസ് വാഷ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്. ഫേസിലെ പിമ്പിൾസ് വന്ന കാരണം ചിലവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് എല്ലാവർക്കും മാമർത്തിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇതെനിക്ക് ലാസ്റ്റ് 4000 റുപ്പീസിന്റെ ഹാമ്പറിൽ കിട്ടിയതാ. ഗ്രാനിയറിന്റെ മെൻ ഫേസ് ക്ലെൻസർ ആണിത്. ഞാൻ കുറെ നാളായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന സാധനമാണ് ഫേസ് സ്കാനിന്റെ സ്റ്റോപ്പ് ക്രീം. ഇത് റീലിട്ടപ്പോ എനിക്ക് അവര് ഹാമ്പറായിട്ട് തന്നതാണ്. ഇതൊക്കെയാണ് നമ്മളുടെ സാധനം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു ഐറ്റം കിട്ടിയെന്ന്. അതെന്ത് സാധനം ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ യൂസ് ചെയ്ത പോലും നോക്കിയിട്ടില്ല, നിങ്ങളെ കാണിച്ചോണ്ട് ഞാൻ യൂസ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. ഗസ് ഉണ്ടോ? ഗസ്. ഇത് ഡൈസന്റെ സ്ട്രെയിറ്റ്നർ ആണ്. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു മത്സരം ഉണ്ടാവുമെന്നോ അതിലെനിക്ക് ഇങ്ങനെ കിട്ടുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ഞാൻ അവിടെ ചെന്ന് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്, നീ ഇതില് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സോ കാര്യങ്ങളോ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ചെന്നു. ഞാൻ ഇത് കേട്ടു, അനൗൺസ്മെന്റ് കേട്ടു, പക്ഷെ എന്നാലും ഞാൻ കാര്യമായിട്ട് എടുക്കും. വെറുതെ വന്ന് ഞാൻ നോക്കിയപ്പോ ഭയങ്കര വലിയ ക്യൂ, ഒരു 50-60 ഗേൾസ് ഉണ്ട് ക്യൂവില്. ആൻഡ് ഞാൻ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. പിന്നെ 2-3 പേരും കൂടി ഉണ്ട് ബാക്കില്. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് വോക്ക് ചെയ്യുന്നത്. ഇത് റാൻഡമായിട്ടാണ് വോക്ക് ചെയ്ത് വരുന്നത്. റാൻഡമായിട്ട് 2 സൈഡിൽ നിന്നും ആൾക്കാർ കയറുന്ന വോക്ക് ചെയ്ത് വരുന്നു. അങ്ങനെ ഞാനും വോക്ക് ചെയ്തു. കുറേ പേരുണ്ടായിരുന്നു നല്ലോണം വോക്ക് ചെയ്യുന്നത്. ആൻഡ് ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താന്ന് വെച്ചാല് ഇത്രയും ഗേൾസ് വോക്ക് ചെയ്തതിൽ ആകെ ഞാനും എൻ്റെ ഫ്രണ്ടും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ്. ചേച്ചിയുടെ പേര് ജോസ് എന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. ഞങ്ങൾ 3 പേരാണ് സെലക്ട് ആയത്. സെലക്ട് ആയതിൽ ഒന്നും കൂടി വോക്ക് ചെയ്യിച്ചു വരും. വോക്ക് ചെയ്തിട്ട് ജഡ്ജസ് അല്ല സെലക്ട് ചെയ്തത്, ഓഡിയൻസ് ആണ് സെലക്ട് ചെയ്തത്. ആരുടെ പേരാണോ ഉച്ചത്തിൽ പറയുന്നത് അവരാണ് വിന്നർ. ആൻഡ് ഓഡിയൻസ് എന്റെ പേര് ജുവാന സലീം എന്ന് പറഞ്ഞു. എനിക്കറിയില്ല അതെന്താണ് അവരൊക്കെ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അതൊരു ഡ്രീമാണ്. ആൻഡ് ഡൈസൺ വാങ്ങണം. അത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി വലുതായി ഒരു EMI-ക്കൊക്കെ എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതെനിക്ക് സമ്മാനം കിട്ടിയിട്ട് ഞാൻ കുറച്ചു നേരം സമ്മാനം കിട്ടിയിട്ടും ശരിക്കും എനിക്ക് കിട്ടിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പൊട്ടിക്കാണ്ട് വെച്ചിരിക്കുന്ന ഇത് അതിന്റെ ചാർജിങ് കേബിളാണ്. ഇത്രയും വലിയ ചാർജിങ് കേബിളാണ്. ഞാൻ ഈ ചാർജിങ് കേബിൾ പോലും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല.
ഓപ്പാണ്. ഓ ഇത് സ്ട്രെയിറ്റ്നർ ചൂടാകുമ്പോൾ വെക്കാനുള്ള സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാൻ ഡൈസന്റെ മാത്രം ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഡൈസൺ. ഇത് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇതിങ്ങനെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഇത് കാണിച്ചിട്ടുണ്ട്. സംഭവം ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് ഇത് ഓപ്പൺ ചെയ്യാന്ന്. ഇതിങ്ങനെ ലോക്കാവും, ഇങ്ങനെ നടക്കുമ്പോ ഇത് അറിയും. ഞാനിപ്പോ ഇത് നോക്കാണ്ട് ഇങ്ങനെ വലിച്ചു തുറന്നാണ്. അപ്പൊ ഗൈസ്, ഡൈസന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.